കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ഡ്രൈവറെ കാണാനില്ല എന്ന് പരാതി. മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവർ രജിത് കുമാറിനെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകി. ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം രജിത് കുമാറിന് നോട്ടീസ് നൽകിയിരുന്നു. ഞങ്ങളെ മോന് സ്കൂളിൽ വിളിച്ചിട്ട് മോനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് ഞാൻ എന്നെ വിളിച്ചത് ആദ്യം. അവളെ കൂട്ടിക്കൊണ്ടുവന്നാണ് എന്നാണ് ഇങ്ങനെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് പോയത്. അതിനുശേഷമാണ് ഇല്ലാത്തത്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇന്നലെയാണ് ഇപ്പം നടക്കാവ് പോലീസിൽ പരാതി കൊടുത്തത്. അതെ അതെന്ന് വെച്ചാൽ ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നല്ലോ ഒന്നുമില്ല. ഞങ്ങളിപ്പോ വിചാരിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിലാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പൊ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഇവിടെ രാവിലെ ഒരു നോട്ടീസ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ വരികയൊക്കെ ചെയ്തു. അന്വേഷിക്കാനൊക്കെ വന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി എത്തിയിട്ടില്ല എന്ന് ഓരോ വിളിപ്പിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ പരാതി കൊടുക്കാൻ വന്നത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയൊരു ദുരൂഹത ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. 2023 ഓഗസ്റ്റ് 21 മുഹമ്മദ് ആട്ടൂർ എന്നുള്ള കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയെ കാണാതായത്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഡ്രൈവറാണ് കക്കോടി സ്വദേശിയായിട്ടുള്ള രജിത് കുമാർ. ഇപ്പോൾ രജിത് കുമാറിനെ കാണാതായി എന്ന കാര്യമാണ് കുടുംബം പറയുന്നത്. 7-ാം തീയതിയാണ് അവസാനമായി ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞത്. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആണ്. രജിത് കുമാറിന് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നാണ് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം പലതവണ രജിത് കുമാറിനെ വിളിപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകുകയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിറകെയാണ് ഇപ്പോൾ രജിത് കുമാറിനെ കാണാതായിരിക്കുന്നത്. രജിത് കുമാറിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ 2 കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ സംഘം എത്തുകയും പിന്നീട് ഈ കുട്ടിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന ഘട്ടമുണ്ടായിരുന്നു. അതിൽ വലിയൊരു മാനസിക സംഘർഷത്തിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത്. ലോക്കൽ പോലീസും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണം തുടരുന്നു. ഈ സംഭവത്തിനിടയിൽ ഇപ്പോൾ രജിത് കുമാറിനെ കൂടെ കാണാതാവുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായ, ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് കോഴിക്കോട് KSRTC സ്റ്റാൻഡിനോട് ചെയ്യുന്ന ഒരു മുറിയുണ്ട്. ആ മുറി 7-ാം തീയതിയോടുകൂടെ ഒഴിഞ്ഞതായാണ് കാണുന്നത്. പിന്നീട് എങ്ങോട്ട് രജിത് കുമാർ പോയി എന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രജിത് കുമാർ സ്വന്തം പോയതാണോ അതല്ല മറ്റാരെങ്കിലും എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടു പോയതാണോ, അത്തരത്തിലുള്ള ഒരു സംശയവും അത്തരത്തിലുള്ള ഒരു ആശങ്കയുമാണ് കുടുംബം പങ്കുവെക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടക്കാവ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇപ്പോൾ സമീർ, ഇദ്ദേഹത്തെ എത്ര തവണ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്? ഒപ്പം കുട്ടികളെ ചോദ്യം ചെയ്യാനിടയായ സാഹചര്യം എന്താണ്? മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് ആദ്യം ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. ആ വേളയിൽ 2 തവണ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിറകെ ക്രൈംബ്രാഞ്ചും ചോദ്യം ചെയ്യലിനായി ഹാജരാവണം എന്നാവശ്യപ്പെടുകയും ഒരു തവണ ക്രൈംബ്രാഞ്ചും ചോദ്യം ചെയ്തു. ഈ വേളയിൽ തന്നെയാണ് ഈ കുട്ടി, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, ആ കുട്ടിയെയും ലോക്കൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ആ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ കുട്ടിക്ക് തന്നെ വലിയൊരു മാനസിക സംഘർഷമുണ്ടാകുന്ന ഘട്ടമുണ്ടായി. അതേ തുടർന്ന് ഈ രജിത് കുമാർ പോലീസിൽ പരാതി നൽകി. അത് പിന്നീട് കോടതിയിലെത്തുകയും കോടതി ഈ പോലീസിന് താക്കീത് നൽകുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുകയും അതിൽ കുടുംബം വലിയ രീതിയിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലും കുടുംബവുമായി ബന്ധപ്പെടുന്നു. കുടുംബത്തെ ഈ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നുണ്ട്, അതായത് ഭാര്യ സഹോദരൻ പറയുന്നു, ഗേറ്റ് അടച്ചിട്ട വേളയിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ ജയിലിൽ ഈ മതിൽ ചാടിക്കടന്നുകൊണ്ട് പ്രതികളെ പിടികൂടുന്ന വിധത്തിലാണ് അവിടേക്ക് എത്തുകയും മോശമായി പെരുമാറുകയൊക്കെ ചെയ്തിരുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയൊരു മാനസിക സംഘർഷത്തിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്, രജിത് കുമാർ ഉണ്ടായിരുന്നത്. ഇനി അതിന് പിറകെ ഈ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച വേളയിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു മാനസിക സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ അദ്ദേഹം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നത് എന്നുള്ള സംശയമുണ്ട്. നേരത്തെ അവർ വിചാരിച്ചിരുന്നത് അന്വേഷണ സംഘം ഈ ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോയിരിക്കുകയാണ്, ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ടാകും എന്ന ഒരു സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. 7-ാം തീയതി മുതൽ കാണാതായിട്ട് 9-ാം തീയതിയാണ് പിന്നീട് ഒരു പരാതി നൽകുന്നത്. അതായത് ഈ 2 ദിവസവും ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള ഒരു ധാരണയിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രജിത് കുമാർ തങ്ങളുടെ കസ്റ്റഡിയിലില്ല. ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹം ഇതുവരെ ഹാജരായിട്ടില്ല എന്നുള്ള കാര്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ കുടുംബത്തിന് നൽകിയിരുന്ന മറുപടി. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. വലിയൊരു ആശങ്കയിലാണ് കുടുംബം ഉള്ളത്. പ്രവിത, സ്മിത. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.